കഴിഞ്ഞ 27 വർഷമായിട്ട് ഇളനീര് വെള്ളവും പച്ചക്കറിയും മാത്രം കഴിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനുണ്ട് കാസർഗോഡ് ജില്ലയിൽ. ഇതിപ്പം കാണുന്ന പല ആളുകൾക്കും ഇപ്പോൾ സംശയം ഉണ്ടാവും, നാട്ടിൽ ഒരുപാട് നല്ല ആഹാരങ്ങൾ കിട്ടാനുണ്ട്, ആളുകളൊക്കെ ഒരുപാട് മാംസാഹാരവും അങ്ങനെ നിരവധി ആഹാരങ്ങൾ നമ്മുടെ നാട്ടിൽ കിട്ടാനുണ്ട്. അങ്ങനെ ഒരു സമയത്ത് ബാലകൃഷ്ണേട്ടൻ മാത്രം എന്തുകൊണ്ട് ഈ ഇളനീര് മാത്രം കഴിച്ച് ജീവിക്കുന്നു? രാവിലെ 5-5:30 1 ലിറ്റർ പച്ചവെള്ളത്തിൽ ഒരു 2 ടേബിൾ സ്പൂൺ തേനും അല്പം ചെറുനാരങ്ങ നീരും രാവിലത്തെ ഭക്ഷണം. അതിനുശേഷം ഗ്രൗണ്ടിൽ പോയി വന്നതിന് ശേഷം ഒരു 8-8:30 ശേഷം ഒരു ഇളനീര് 1-2 റോബസ്റ്റ് പഴമാണ് രാവിലത്തെ ഭക്ഷണം. ഉച്ചയ്ക്ക് ഒരു പിടി പച്ചക്കറി പച്ചയായിട്ട് തേങ്ങ ചീരയിട്ട് ഒരു പിടി തേങ്ങാപ്പാൽ വെച്ച പച്ചക്കറിയാണ് ഭക്ഷണം. വൈകുന്നേരം ഇളനീര് മാത്രമാണ്. അത് ഏകദേശം ഒരു 6-6:30 വൈകുന്നേരത്തെ ഭക്ഷണം കഴിക്കും. എങ്ങനെ ആരോഗ്യമൊക്കെ നിലനിർത്താൻ പറ്റുന്നുണ്ടോ? ചേട്ടനിപ്പോൾ 66 വയസ്സായി. യാതൊരു കുഴപ്പമില്ല. ഒരു രാവിലെ പോയാൽ 5:30 തുടങ്ങിയാൽ 8-8:30 വരെ ഗ്രൗണ്ടിൽ കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുന്നതാണ്. അതായത് ഒരു അസുഖം ബാധിച്ച് അലോപ്പതി ചികിത്സ കൊണ്ട് ഫലവത്താകാത്ത സമയത്ത് പ്രകൃതി ജീവനത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെയുള്ള ഒരു ഇതിലേക്ക് വരികയും അങ്ങനെയുള്ള ഭക്ഷണം നിർത്തി ഈ ഇളനീര് പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ മാത്രമായിട്ട്. അപ്പോൾ എന്തൊരു രോഗം പിടിപെട്ടു, അതിന് ശേഷമാണ് ഈ ഒരു ആഹാര രീതിയിലേക്ക് വന്നത്. ഇപ്പം അതുകൊണ്ട് യാതൊരു ആരോഗ്യം എന്തായിരുന്നു ആ രോഗം? അത് ജേർഡ് ഗ്യാസ്ട്രോഎസോഫാഗിയൻ റിഫ്ലക്സ് ഡിസീസിൻ്റെ അസുഖമായിരുന്നു. ഇപ്പം ഇത്രയും ഇളനീരൊക്കെ ഇടുന്ന് കിട്ടുന്നത് ഇത് നമ്മൾ ഇപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഒരു 1.5 കിലോമീറ്റർ അപ്പുറം പിലിക്കോട് പ്രാദേശിക കൃഷി ഗവേഷണ കേന്ദ്രമുണ്ട്. അവിടെ പോയാൽ നമുക്ക് ആവശ്യത്തിന്. ചേട്ടനൊരു കായിക താരം കൂടിയാണ്. അതെ, കായിക താരം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റേറ്റ്, നാഷണൽ, ഇൻ്റർനാഷണൽ വരെ മത്സരത്തിൽ പങ്കെടുത്തതാണ്. 5000, 10,000, 1500, 5 കിലോമീറ്റർ നടത്തുക. ഈ 4 സാധാരണ മത്സരിക്കാറ്. ഓട്ടം 10 കിലോമീറ്റർ, 5 കിലോമീറ്റർ, വൈകുന്നേരം ഒരു 6 കിലോമീറ്റർ സ്ഥിരമായിട്ട് സൈക്കിൾ സവാരിയും ചെയ്യുക. കൃഷിയുണ്ടോ സ്വന്തമായിട്ട്? കൃഷി കുറച്ചേ ഇല്ല. ഒരു നേരത്തെല്ലാം വയലിൽ പച്ചക്കറി നടന്നില്ല. ഇപ്പം അതിനൊന്നും ഇത് പോകില്ല. ഇപ്പം സാധാരണ നമ്മൾ പറമ്പിലെ തെങ്ങിനും അതായിട്ട്. എന്തായാലും ബാലകൃഷ്ണേട്ടന് ചേട്ടൻ്റെ ആവശ്യത്തിനായിട്ട് റേഷൻ കടയിലോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. ചേട്ടന് ഏറ്റവും മുഖ്യം ഇളനീരാണ്. അതെ. എന്തെങ്കിലും ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ, ഓണം, വിഷു അല്ലെങ്കിൽ ക്രിസ്മസ്, ന്യൂ ഇയർ ഒക്കെ വരുമ്പം നമ്മൾ ഈ ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് വലിയ താല്പര്യം കാണിക്കും, പല വിധത്തിലുള്ള വിഭവങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത്തരം ആഘോഷങ്ങൾ വരുമ്പോൾ ചേട്ടൻ്റെ ഭക്ഷണം എന്താ? സാധാരണ തോല് പറഞ്ഞാൽ ഒരിളനീര് കഴിക്കുന്ന അന്ന് 2 ഇളനീര്. ആഘോഷങ്ങൾ ഉണ്ടാകുമ്പോഴും ചേട്ടൻ ഇളനീര് മാത്രമേ കഴിക്കൂ? അതെ, അത് സ്ഥിരമായിട്ടില്ല ആ ഭക്ഷണം. നമുക്ക് മറ്റ് ഭക്ഷണത്തോട് യാതൊരു പ്രതിനിധ്യം ഉണ്ടാവില്ല. മുമ്പിലേക്ക് കൊണ്ടുവച്ചാൽ തന്നെ നമ്മളൊരു നിർവികാരത നമ്മളെ മനസ്സിലുണ്ടായില്ല. എത്ര ലിറ്റർ വെള്ളം കുടിക്കും? ഏകദേശം ഒരു 4 ലിറ്റർ വെള്ളം. നമ്മൾ ഇളനീര് കൂടാണ്ട് ഏകദേശം ഒരു 4 ലിറ്ററോളം വെള്ളം ഒരു ദിവസം കഴിക്കലും. ചില ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുമ്പോൾ കൂടുതൽ ജലാംശം ശരീരത്തിന് നഷ്ടപ്പെടും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വെള്ളം അപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കും. ഞാൻ ആദ്യം പോലീസ് കോൺസ്റ്റബിളായിട്ട് സർവീസ് കയറി. അതിനുശേഷം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ ടൈപ്പിസ്റ്റായി ജോലി ചെയ്യും. പെയർ കോപ്സ് സൂപ്രണ്ടായി 2015 റിട്ടയർ ചെയ്തു.